മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ. പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചതായി എടക്കര ബ്ലോക്ക് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി OT ജെയിംസ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ജെയിംസ് ഇത്തരത്തിലുള്ള കുറിപ്പ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K രാധാകൃഷ്ണൻ എന്നിവരടക്കമുള്ള നേതാക്കൾ തന്നെ തോൽപ്പിക്കാനായി തിരഞ്ഞെടുപ്പിലുടനീളം പ്രവർത്തിച്ചതായി ജെയിംസ് പോസ്റ്റിൽ പറയുന്നു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ OT ജെയിംസിനെതിരെ മത്സരിച്ച വിമത സ്ഥാനാർത്ഥിയും നേരത്തെ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന KC ഷാഹുൽ ഹമീദ് വിജയിച്ച സാഹചര്യത്തിലാണ് ജെയിംസിന്റെ സമൂഹമാധ്യമ പോസ്റ്റ്. ആര്യാടൻ ഷൗക്കത്ത് MLA, DCC പ്രസിഡന്റ് VS ജോയ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എന്നിവരടങ്ങുന്ന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ജെയിംസ് മത്സരത്തിനിറങ്ങിയത്. എടക്കരയിലെ സഹകരണ സംഘം പ്രസിഡന്റും സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷയും വനിതാ സഹകരണ സൊസൈറ്റി പ്രസിഡന്റുമടക്കം ചില ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ഭാരവാഹികളും ചേർന്ന് നടത്തിയ വിഭാഗീയ ഇടപെടലുകളെ നേതൃത്വം നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി ജെയിംസ് ആരോപിക്കുന്നു. മത്സരിച്ച ഡിവിഷന്റെ പല ഭാഗങ്ങളിലും പാർട്ടി വിരുദ്ധമായി പല ഭാരവാഹികളും പ്രവർത്തിച്ചതായും ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ടും നേതൃത്വം നടപടി സ്വീകരിച്ചില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. KSUവിലൂടെയും INTUC പ്രവർത്തകനായും രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് പാർട്ടിയിൽ പല സ്ഥാനങ്ങളും വഹിച്ചയാളാണ് താനെന്നും ഒപ്പമുണ്ടെന്ന് ധരിച്ച ചില ചതിയന്മാർ ഒരുക്കി അരക്കില്ലത്തിൽപ്പെട്ടുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തോൽവിയായല്ല, പോരാട്ടത്തിനുള്ള ഊർജ്ജമായാണ് കാണുന്നതെന്നും ജെയിംസിന്റെ കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.